ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് എക്സസൈസ് 5.1-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫോളോയിങ് പാറ്റേൺ ആൻഡ് ഫൈൻഡ് ദ മിസ്സിംഗ് ഡിജിറ്റ്സ്. താഴെ തന്നിരിക്കുന്ന പാറ്റേൺ അനുസരിച്ച് ഏറ്റവും ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഡിജിറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ക്ലൂ 11 സ്ക്വയർ എഴുതിയിട്ട് അതിൽ ആൻസർ എത്രയാണ് 1 2 1. അതായത് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ. ആ 1 നമ്മൾ രണ്ടറ്റത്ത് എഴുതിയിട്ടുണ്ട്. നടുക്കായിട്ട് ഒരു 2. ഇനി നെക്സ്റ്റ് നമ്പർ 101 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് വന്ന 1 ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, മിഡിലായിട്ട് 2 ഇതുപോലെ തന്നെ അല്ലേ. ഫസ്റ്റത്തെ പോലെ 1 ഇവിടെ ഒരു 1 മിഡിൽ 2. ഇവിടെ ഒരു 0 ഉണ്ട്. ആ 0 നമ്മൾ ഈ 1-ൻ്റെയും 2-ൻ്റെയും സെൻറ്ററിലായിട്ട് എഴുതി. ഒരു 0 അല്ലേ ഉള്ളൂ. ആ ഒരു 0 ഈ 1-ൻ്റെയും 2-ൻ്റെയും സെൻറ്ററിലായിട്ട് എഴുതി, ഇവിടെയും അത് സെൻറ്ററിലായിട്ട് എഴുതി. നെക്സ്റ്റ് ഇതെങ്ങനെ എഴുതി, ഫസ്റ്റ് ഒരു 1 ഉണ്ട്, ലാസ്റ്റ് ഒരു 1 ഉണ്ട് അല്ലേ. ഫസ്റ്റും ലാസ്റ്റും ഒരേ 1 ഉണ്ട്. അതിനുശേഷം മിഡിലായിട്ടൊരു 2 എഴുതണം. അങ്ങനെയുള്ള പാറ്റേണുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. മിഡിലായിട്ട് 2 എഴുതുക. ഇവിടെ എത്ര സീറോസ് ഉണ്ട്, 2 0. അപ്പോൾ ഇവിടെയും 2 0, ഇവിടെയും 2 0 ഉണ്ടോ. അതല്ലേ ഈ 3 കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ പാറ്റേൺ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ഈ സംഖ്യ ഇതിൻ്റെ ഫസ്റ്റ് 1 ഉണ്ട്, ലാസ്റ്റ് 1. അപ്പോൾ നമ്മളിവിടെ എഴുതി ഒരു 1, ഇവിടെ 1, മിഡിലായിട്ട് 2. ഇവിടെ എത്ര 0 ഉണ്ട്, 1 2 3 4. അപ്പോൾ ഇവിടെ എത്ര 0 എഴുതണം, 1 2 3 4. ഇവിടെയോ 2-ൻ്റെയും 1-ൻ്റെയും നടുക്കും ഇതുപോലെ തന്നെ 4 zeros എഴുതുക. ഇനി നെക്സ്റ്റ് ഇതിങ്ങനെ ഒരു ഫസ്റ്റ് ഒരു 1, ഏറ്റവും ലാസ്റ്റ് ഒരു 1, പിന്നെ മിഡിലായിട്ട് 2. ഇങ്ങനെയല്ല പാറ്റേൺ ചെയ്യണം. ഫസ്റ്റും ലാസ്റ്റും ഓരോ 1 എഴുതുക, മിഡിലിൽ 2 എഴുതുക. ഇനി എത്ര സീറോസ് ഉണ്ടോ ആ സീറോസ് ഈ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലിട്ട് എഴുതുക. ഇവിടെ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6. 1 2 3 4 5 6. 1 2 3 4 5 6. കണ്ടോ, ഇതാണ് അതിൻ്റെ പാറ്റേൺ. മനസ്സിലായില്ലേ? ഫസ്റ്റും ലാസ്റ്റും ഓരോ 1, അതിൻ്റെ നടുക്ക് സെൻറ്ററായിട്ട് നമുക്ക് 2 എഴുതാം. 0 ഉണ്ടെങ്കിൽ ആ 0 എത്ര എണ്ണമെന്ന് വെച്ചാൽ ആദ്യത്തേൽ 0 ഇല്ലാത്തതുകൊണ്ട് 0 ഇല്ല, രണ്ടാമത്തേൽ ഒരു 0 ആണുള്ളത്. അപ്പോൾ അത് ഈ 1-ൻ്റെയും 2-ൻ്റെയും നടുക്കായിട്ട് ഓരോരോ 0 ഇട്ട്. ഇനി രണ്ടാമത്തേലോ 2 0 ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റും ഒരു 1, ലാസ്റ്റ് ഒരു 1, മിഡിലിൽ 2, 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കായിട്ട് 2 0 എഴുതുക. ഇനി ലാസ്റ്റത്തേൽ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് 2 കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? 5th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് പാറ്റേൺ ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് നമ്പേഴ്സ്. നേരത്തെ പോലെ തന്നെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, അതനുസരിച്ച് ആ നമ്പേഴ്സ് ഫില്ല് ചെയ്യുക. താഴെ തന്നിരിക്കുന്ന ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യുക. അതിൽ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ലൈൻ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് 1 0 1 അല്ലേ തന്നിരിക്കുന്നത്. അതെങ്ങനെയും മാറി, ഫസ്റ്റിലും ലാസ്റ്റും 1 എഴുതുക. എന്നിട്ട് ഈ 1 ഇവിടെ 2 ഉണ്ട്. അതായത് 1 എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 2. 1 2 പ്രാവശ്യം ഉണ്ട് അല്ലെ, 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ 2 എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഓരോ 0, കാരണം ഒരു 0 നമുക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് എഴുതിയത്, 1 0 1 ആയിരുന്നു. അപ്പോൾ ആദ്യവും അവസാനം ഒരു 1 എഴുതുക. സെക്കൻഡ് ഇങ്ങനെ 1 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം ഉണ്ട് 1 2. അപ്പോൾ 2 ടൈംസ് ആണ്. സെൻറ്ററിൽ 2 എഴുതി. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ 1 0 എന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഓരോ 0 എഴുതുക. ഇനി നെക്സ്റ്റ് 1 0 1 0 1 ആണ് അല്ലേ. 1 0 1 0 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റും ലാസ്റ്റും ഓരോ 1 എഴുതി. 1 എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, 3 ടൈംസ് ഉണ്ട് അല്ലെ, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 സെൻറ്റർ. ഇനി 1-നും 3-നും ഇടയിലുള്ള നമ്പർ എഴുതുക. 2 ഇവിടെ 3-നും 1-നും ഇടയിൽ
എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ എന്ത് എഴുതണം? ഓരോരോ സീറോ. ഒരു സീറോ അല്ലേ ഇതിലുള്ളത്? ഓരോരോ സീറോ എഴുതും. ഉണ്ടോ? അതല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ സെയിം പാറ്റേണിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം ഇതിൽ നമുക്ക് ആദ്യം എന്ത് എഴുതണം? ഫസ്റ്റ് ഒരു 1 എഴുതാം, ലാസ്റ്റ് ഒരു 1 എഴുതാം. ഇനി 1 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 ടൈംസ്. അപ്പോൾ സെൻറ്ററിൽ എന്ത് എഴുതണം? 4. 1 എത്ര പ്രാവശ്യമുണ്ട്? 4. അപ്പം അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ 4 എഴുതി. ഇനി 1നും 4നും ഇടയിലുള്ള സംഖ്യകൾ എഴുതുക. 1നും 4നും ഇടയിൽ 1 കഴിഞ്ഞാൽ 2, പിന്നെ 3. ഇവിടെ 4 എന്ന് 1ലോട്ട്, 4 കഴിഞ്ഞാൽ 3 2 1 ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും 1 2 3 4. അത് കഴിഞ്ഞിട്ട് 4ൽ നിന്ന് 1ലേക്ക് വരുമ്പോൾ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും 4 3 2 1. എന്നിട്ട് ഇതിലെല്ലാത്തിൻ്റെയും മിഡിലായിട്ട് നമുക്ക് എത്ര സീറോ ആണ്? ഓരോ സീറോ അല്ലേ കൊടുക്കണ്ടേ? ഓരോ സീറോ കൊടുക്കുക. കണ്ടോ? ഇതാണ് അതിൻ്റെ ആൻസർ. അതായത് ഫസ്റ്റും ലാസ്റ്റും ഓരോ 1 എഴുതുക. 1 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അത് ഇപ്പോൾ ഇതിൽ നമ്മൾ 4 ആണ്. ഇപ്പോൾ നടുക്കായിട്ട് സെൻട്രലായിട്ട് 4 കൊടുക്കുക. പിന്നെ ഈ 1നും 4നും ഇടയിലുള്ള സംഖ്യകൾ 1 കഴിഞ്ഞാൽ 2 3 എഴുതി. ഇനി 4 കഴിഞ്ഞാൽ 1ലേക്ക് ഡിക്രീസിങ് ഓർഡറിൽ 1ലേക്ക് പോകുമ്പോൾ 4 കഴിഞ്ഞാൽ 3 2 എഴുതി. എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ ഓരോരോ സീറോ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്താലോ? നെക്സ്റ്റ് എന്താ വന്നേക്കുന്നത്? ഇതാണ് വന്നേക്കുന്നത് ആൻസർ. വന്നിട്ട് അതിൻ്റെ എങ്ങനെ ഇവിടെ ഈ മിസ്സിംഗ് ഫാക്ടർ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര 5 സെൻറ്ററിൽ നോക്കി എത്രയാണ്? 5. സെൻറ്ററിൽ 5 ആണെങ്കിൽ എത്ര 1 വേണ്ടി വരും? ഇവിടെ 5 1 വേണ്ടി വരും അല്ലേ? അപ്പോൾ 1 2 3 4 5. സെൻറ്ററിൽ 5 ആയതുകൊണ്ട് ഈ 1 5 ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി? എല്ലാത്തിൻ്റെ സെൻറ്ററിൽ ഓരോ സീറോ. കണ്ടോ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയില്ലേ? എന്തുകൊണ്ടാണ്? സെൻറ്ററിൽ 5 വന്നു. അപ്പോൾ നമുക്കറിയാം 1 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അതാണ് സെൻറ്ററിൽ വരുന്നത്. മനസ്സിലായില്ലേ? സെൻറ്ററിലെ സംഖ്യ നോക്കുക. സെൻറ്ററിൽ എന്താണ്? 5 ആണ്. അപ്പോൾ സെൻറ്ററിൽ 5 ആയതുകൊണ്ട് തന്നെ എത്ര 1 5 ടൈംസ് വരും എന്നറിയാം. 1 5 ടൈംസ് എഴുതുക. സെൻറ്ററിൽ അതിൻ്റെ ഓരോ 1ൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ സീറോ കൊടുക്കുക. മനസ്സിലായില്ലേ ഇത്? 6th ക്വസ്റ്റ്യൻ, യൂസിംഗ് ദ ഗിവൺ പാറ്റേൺ ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. നമുക്ക് ഇതിൽ ക്ലൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണം നേരത്തെ പോലെ തന്നെ അല്ലേ? ഇനി അതിൽ ക്ലൂ തന്നിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെയോ? To find a pattern, third number is related to first and second. Third number ഫസ്റ്റും സെക്കൻഡും നമ്പർ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് നമ്പർ ഇതിൽ ഏതാ? 1. സെക്കൻഡ് നമ്പർ 2. തേർഡ് നമ്പർ 2. ഈ 1ഉം 2ഉം എന്ത് ചെയ്താൽ ഈ 2 കിട്ടും? അങ്ങനെ ആലോചിച്ച് നോക്കാം. ഈ ഫസ്റ്റ് നമ്പർ 1 ആണ്, സെക്കൻഡ് നമ്പർ 2 ആണ്. ഈ 1ഉം 2ഉം എന്ത് ചെയ്താലാണ് 2 കിട്ടുന്നത്? മൈനസ് ചെയ്താലാണോ, പ്ലസ് ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, ഡിവിഷൻ ആണോ നോക്കാം. അപ്പൊ എന്താ? മൾട്ടിപ്ലിക്കേഷൻ അല്ലെ? 1 × 2 ആണ് 2. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത്. അങ്ങനെ അതേ ഇത് തന്നെയാണ് സെക്കൻഡിലും നോക്കണം. ആ റിലേഷൻ തന്നെയാണ് സെക്കൻഡിലും കിട്ടുന്നത് നോക്കണം. ഇപ്പൊ 2 ഉണ്ട് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ 3, തേർഡ് നമ്പർ 6. ഓക്കെ, ഈ 2ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 6 കിട്ടുന്നത്. അപ്പൊ ഓക്കെ, നമ്മുടെ കറക്റ്റ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന റിലേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ 2ഉം 3ഉം നമ്മൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് തേർഡ് നമ്പർ കിട്ടുന്നത്. ഇവിടെ നോക്കാം. 3ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12. 4ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് കിട്ടും? 20. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഈ സംഖ്യ 20 അല്ലേ? ഇങ്ങനെ മനസ്സിലായാലോ? ഫസ്റ്റും സെക്കൻഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് തേർഡ് നമ്പർ. അങ്ങനെയെങ്കിൽ 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്നു. 3ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്നു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു 4ഉം 5ഉം. ഫസ്റ്റും സെക്കൻഡ് നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 24 × 5 20. അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക്? 20 സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഫസ്റ്റ് നമ്പർ 5ഉം തേർഡ് നമ്പറാണ് വന്നിരിക്കുന്നത് 30. സെക്കൻഡ് നമ്പറാണ് മിസ്സിംഗ്. 5 വന്നിട്ടുണ്ട്, 30 വന്നിട്ടുണ്ട്, സെക്കൻഡ് നമ്പറാണ് മിസ്സിംഗ്. അപ്പൊ നമുക്ക് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ 5 ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് നമ്പറും ഈ സെക്കൻഡ് നമ്പറും കൂടി ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് തേർഡ് നമ്പർ എന്ന് നമുക്കറിയാം.
ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഈ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ എപ്പോഴാണ് 30 നോക്കുക. എന്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നത്. 5ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഏത് സംഖ്യയും കൊണ്ട് ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 30 കിട്ടണമെന്ന് നോക്കാം. ഏതാ 6 5s are 30 അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 6. ഇവിടെ എന്താ ആൻസർ വരുന്നത്? 6. എന്താ 6. അപ്പോൾ 5 ഉണ്ട് 6 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 6. 5 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 6 ആണെങ്കിൽ 5 ഇൻറ്റു 6, തേർഡ് നമ്പർ 30. കറക്റ്റ് അല്ലേ? കണ്ടോ, ഫസ്റ്റ് 5, സെക്കൻഡ് നമ്പർ 6 എഴുതുമ്പോൾ 5 ഇൻറ്റു 6 30. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് മൂന്നാമത്തെ കോളം കണ്ടുപിടിക്കാം. മൂന്നാമത്തെ എന്താ ആൻസർ? ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു. അപ്പോൾ 6 ഇൻറ്റു 7. 6 ഇൻറ്റു 7 ആയിരിക്കില്ലേ തേർഡിന്റെ ആൻസർ, തേർഡ് നമ്പർ വരുന്നത്. അപ്പോൾ 6 ഇൻറ്റു 7 42. ഇവിടെ എന്ത് വരും? 42. 6 ഇൻറ്റു 7 42. ഇനി നമുക്കിവിടെ 42 കിട്ടിയത് ഇതിന്റെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് ഇത് വന്നിട്ടില്ല, ഇത് ആൻസർ വന്നിട്ടില്ല ഇവിടെ. അപ്പൊ അതെങ്ങനെ? അതിന്റെ റിലേഷൻ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഫോർത്ത് നമ്പർ, അതായത് ഫോർത്ത് നമ്പറിന്റെ ക്ലൂ എന്താണ്? ഫോർത്ത് നമ്പർ ഈസ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ ആൻഡ് ഹൗ. ഫോർത്ത് നമ്പറും തേർഡ് നമ്പറും ഒരു സംഖ്യയുടെ ഇതിന് തന്നിരിക്കുന്ന പാറ്റേണിന്റെ ഫോർത്ത് നമ്പറും ഈ തേർഡ് നമ്പറും ഫോർത്ത് നമ്പറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയണം. ഫോർത്ത് നമ്പർ ഈസ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ. അവർ തമ്മിലുള്ള റിലേഷൻ നോക്കാം. 2 ആയിരുന്നു തേർഡ് നമ്പർ, ഇവിടെ 3 ആയി. ഇവിടെ 6 ആയിരുന്നു, ഇവിടെ 7 ആയി. ഇവിടെ 12 ആയിരുന്നു തേർഡ് നമ്പർ, 13 ആയി. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, 2 3 ആയി, 6 7 12 13 20 21. അപ്പൊ എന്താ? തേർഡ് നമ്പറിന്റെ അകത്ത് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർത്ത് നമ്പർ കിട്ടുന്നത് അല്ലെ? എല്ലാത്തിലും നോക്കി 30യുടെ ഒപ്പം നമ്മൾ കണ്ടുപിടിച്ച 20യുടെ ഒപ്പം 1 കൂട്ടിയപ്പോൾ 21. ഇവിടെ 30 പ്ലസ് 1 31. അങ്ങനെയാണെങ്കിൽ ഇവിടെ 42 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പൊ 42ന്റെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതന്നെ 43. ഇവിടെ ആൻസർ 43. മനസ്സിലായില്ലേ? ഇങ്ങനെയാ ഇവിടെ നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട് രണ്ടിന്റെയും. ആദ്യത്തെ നമുക്ക് എന്താ പറഞ്ഞത്? തേർഡ് നമ്പർ ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഫോർത്ത് നമ്പർ ഈസ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ. അതാണ് ഇത് കണ്ടുപിടിക്കാനാണ് ആ ക്ലൂ വന്നിരിക്കുന്നത്. ഫോർത്ത് നമ്പർ നമ്മുടെ തേർഡ് നമ്പർ ആയിട്ടൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. 1 ആഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് നമ്പറിന് കൂടി 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർത്ത് നമ്പർ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 42ന്റെ ഒപ്പം 1 ആഡ് ചെയ്തപ്പോൾ 43 കിട്ടി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.